2051 അന്യഗ്രഹ ജീവികൾ ഭൂമിയിലെത്തിയിട്ട് ഇന്നേക്ക് 10 വർഷം തികയുന്നു. കോടിക്കണക്കിന് മനുഷ്യർ ഇന്ന് അവരുടെ നിയന്ത്രണത്തിലാണ്. അത്തരം മനുഷ്യർ എസ്രാക്കി എന്ന പേരുള്ള അന്യഗ്രഹ ജീവിയെ ദൈവമായി ആരാധിക്കുകയും മറ്റു മനുഷ്യരെ അതിനായി പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഈ മനുഷ്യർ എസ്രാക്കിയൻസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവർ മറ്റു മനുഷ്യരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഇവരിവിടെ വന്നല്ലോടാ. നമ്മളിനി എന്നെ എടാ എത്രയും വേഗം വീട്ടിലേക്ക് പോയി ആവശ്യ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണം. 2 ദിവസത്തേക്കുള്ള ഫുഡും വെള്ളമൊക്കെ. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. നമ്മൾ എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ വിളിച്ച് ജീവിക്കാൻ അറിയില്ല. എങ്ങനെയെങ്കിലുമൊക്കെ സർവൈവ് ചെയ്യണം. എൻ്റെ മനസ്സിന് വല്ലാത്തൊരു പേര് തോന്നുന്നു. നമ്മളിത് ആദ്യമായിട്ടല്ലല്ലോ. 10 വർഷമായി നമ്മൾ സർവൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നമ്മൾ ഇനിയും അതിജീവിക്കും. 10 കൊല്ലം കൊണ്ട് അവർ ലോകത്തിൽ 4 പേരെ അവരുടെ കീഴിലാക്കി. എന്തിന്? നിനക്കറിയാൻ മേലെ എൻ്റെ ചേട്ടനെ പോലെ അവരുടെ കീഴിലാക്കി. ഒരു ദിവസം അവൻ എൻ്റെ അച്ഛനെയും അമ്മയും കൊന്നു. അച്ഛനും അമ്മയും എൻ്റെ വാക്കുകൾ കേട്ടില്ല. അവർ എൻ്റെ ദൈവത്തെ നിന്ദിച്ചു. ഞാൻ നിനക്കൊരു അവസരം തരാം. ഒന്നെങ്കിൽ നീ എൻ്റെ ദൈവത്തെ ആരാധിക്കുക, അല്ലെങ്കിൽ മരിക്കുക. അവിടുന്ന് ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടു. പക്ഷെ എനിക്കിപ്പോഴും മനസ്സിലാകാത്തത് ആരാണ് ഈ ദൈവം? അവർക്ക് എന്തിനാണ് മനുഷ്യനെ കൺട്രോൾ ചെയ്യേണ്ടത്? നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. നിന്റെ അവസ്ഥ തന്നെയായിരുന്നു എൻ്റെ ഒരു. പക്ഷെ നമുക്കിപ്പോൾ സമയമില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാം. നീ ഇപ്പം എൻ്റെ കൂടെ വാ. ഇവിടെ ഒരു കൊല്ലമായല്ലേ നമ്മളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ വിട്ട് പോണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ചെറിയ സങ്കടം ഉണ്ടോ? ലൈഫ് അങ്ങനെയാടാ, അൺഫെയറാ. നന്നായിട്ട് ജീവിച്ചു പോകുമ്പോൾ എന്തെങ്കിലും ദുരന്തങ്ങളൊക്കെ സംഭവിക്കും. അത് ശരിയാണ്. ആ കഥ എന്താ തുറന്നു കിടക്കുന്നത്? വീടിന്റെ പുറത്തോടെ ഇനി കാണും. വാ പോയി നോക്കാം. എങ്ങനെയാണ് താഴെ വീണേ? ഇവിടെ ആരൊക്കെ ഉണ്ട്? ഈ വീടിന്റെ പരിസരം മുഴുവൻ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് നിങ്ങളെയാണ്. നിങ്ങൾ ഇനി മുതൽ വെറും മനുഷ്യരല്ല, ദൈവപുത്രന്മാരാണ്. നിന്റെ ദൈവത്തെ ഞങ്ങൾ എന്തിനു വിശ്വസിക്കണം? നിന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവമാണ് സുപ്രീം എസ്രാക്കി. ആ ദൈവത്തെ പിന്തുടരേണ്ടത് നിങ്ങളുടെ കടമയാണ്. നിങ്ങൾക്ക് രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കാം. ഒന്നുകിൽ എസ്രാക്കി നിന്റെ ദൈവമായി ആരാധിക്കുക, അല്ലെങ്കിൽ മരിക്കുക. നിന്റെ ദൈവത്തെ ഞങ്ങൾക്ക് വേണ്ടെങ്കിലോ?
എടാ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. എനിക്കുമല്ല ഞാനായിരുന്നാലും ഇതേ ചെയ്യുള്ളായിരുന്നു. മരിച്ചതാ. അവൻ്റെ കൂട്ടത്തിൽ ഇനി ഇവിടെ ആളുകൾ കാണും. എത്രയും വേഗം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. ഇനി എത്ര ദൂരം കൂടി ഉണ്ടോ? എടാ ഇനി അടുത്ത ഗ്രാമത്തിലെത്താൻ ഒരു 5 കിലോമീറ്റർ കൂടെ കാണും. നീ എങ്ങനെ? എൻ്റെ ദൈവമുള്ളിടത്തോളം കാലം എനിക്ക് മരണമില്ല. ഞാൻ ഉയർത്തെഴുന്നേൽക്കും. എടാ എനിക്ക് എൻ്റെ ശരീരം അനക്കാൻ പറ്റുന്നില്ല. എനിക്കും പറ്റുന്നില്ലടാ. അവന് സ്വന്തം അമ്മയെ പോലും മനസ്സിലാകുന്നില്ല. അവൻ പൂർണ്ണമായും അവരുടെ നിയന്ത്രണത്തിലായി. ഞാൻ അറിയാതെയാണെങ്കിലും 5 വർഷം മുമ്പ് ഞാൻ എൻ്റെ അച്ഛനെ അമ്മയും കൊന്നു. എനിക്ക് നിങ്ങളെയെങ്കിലും രക്ഷിക്കണം. അതിനുള്ള ഏക വഴി ഇത് മാത്രമാണ്.